വെള്ളം കുറഞ്ഞു. അപ്പോൾ കിടിലൻ സാധനമാണ്. ടേസ്റ്റ് നോക്കുന്നുണ്ട്, അത് മസ്റ്റാണല്ലോ. ഉപ്പ് എരിവും പുളിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിൽ തെറ്റാണ് ഗൈസ്. ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് അതിൻ്റെ പുറത്തേക്ക് ഒന്നും കൂടി ആ വളവിട്ട് വളർത്തിയ മല്ലിയില കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് സെറ്റാക്കുക. പിന്നെ ഇതാ ചോറ് വിളമ്പുന്നുണ്ട്. ഈ ചോറ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയില്ല, റേഷനരി ചോറാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബീട്രൂട്ട് വറവുമുണ്ട്. റേഷനരി ചോറായതുകൊണ്ട് പറയല്ല, ഞാൻ വെച്ചതാണ്. 2 കഷ്ണം വെല്ലവും പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി വെച്ചിട്ട് പായസവും അങ്ങനെ വെന്തടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മല്ലിച്ചപ്പൊക്കെ ഇട്ട സാധനം ഞാൻ ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കണ്ട അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല, സെൻറ്ററിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതങ്ങ് തിന്ന് നോക്കണം ഗൈസ്. തിന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇടക്കിടക്ക് തിന്നുന്നുണ്ട്. ആ ഗ്രേവീൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തിട്ട് തിന്നുമ്പം കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പന്നി വരട്ടിയും കൂട്ടി ചോറ് തിന്നിട്ട് പറ്റി കിടന്നുറങ്ങുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീടേക്ക് വരാം. ടാറ്റ ബൈ ബൈ, സീ യു.